അപ്പോൾ ഇതാണ് നമ്മൾ പുതുതായിട്ട് പൊന്നൂസിന് എന്ന് പറയുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും സുഖമായിട്ടിരിക്കണോ, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ പോകണം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ പോകണം. നമ്മളെപ്പോഴും അടിപൊളിയാണ്, വേറെ കുഴപ്പങ്ങളോ നമുക്ക് എപ്പോഴും ഉണ്ടാവാറില്ല. ഇന്ന് വേറെ നല്ല നേരം ഒരു എനിക്ക് പറയുമ്പോൾ തന്നെ ശരി ഒന്നുമില്ല. ഇന്ന് ഞാനൊരു നല്ലൊരു ദിവസമാണ്. അപ്പം ഇന്നൊരു വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ സുജനെ പതിവില്ലാതെ ചന്ദനക്കുറി എന്നൊന്നും വിചാരിക്കേണ്ട, വേറൊന്നുമില്ല. ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാണ്, വേറൊന്നുമില്ല. ഞാൻ നിങ്ങൾ തമ്പലേന് കണ്ട പോലെ തന്നെ പൊന്നൂസിനെ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. അല്ല ശാക്കറേ? ഓക്കെ ഓക്കെ. വലിയ ആഘോഷമായിട്ട് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില ട്രോൾ ചെയ്യുന്ന ആൾക്കാരത് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാണ്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാന്നൊക്കെ പറയും. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ആക്കണില്ല എന്നുള്ളത്. ചെറുതായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വിട്, നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയില്ല. അതൊരു നല്ലൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യേനെ ഞാൻ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട്, അതായത് താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ തന്നെ പോയിട്ട്, അതായത് 8-നും 9-നും ഇടയിലാണ് മറ്റേ ഇത് എന്താ ചാക്കരെ മുഹൂർത്തം. യെസ്, അപ്പോൾ അതായത് 8-നും 9-നും ഇടയിലാണ് മുഹൂർത്തം. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടാൻ നമുക്ക് കയറാൻ ടൈമില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ കയറിയിട്ട് തൊഴുതോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അറിയുന്ന ഒരു ഏട്ടനാണ് ഇവിടെ. അപ്പോൾ അവർ മുഖേന നമ്മൾ അമ്പലത്തിൽ, അതായത് പുലർച്ചെ ഒരു 4-4:30 പോയിട്ട് 5 മണിക്ക് പോയിട്ട് നമ്മൾ തൊഴുതു വന്ന് റൂമിൽ വന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഏകദേശം ശകല സമയത്ത് 7 അല്ലേ, 7-7:30 മണി. ഇപ്പം നമുക്ക് 8 മണി 8:15 നമുക്ക് അതായത് താലികെട്ടിൻ്റെ അവിടേക്ക് എത്തണം. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നമ്മളപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഇൻട്രോ എടുത്താണ് വിടുന്നത് തന്നെ. കാരണം നമ്മൾ കുറേ ഒക്കെ തോന്നുന്നു 1.5 വർഷം 2 വർഷമൊക്കെ തോന്നുന്നു ഒരു ഫുള്ളായിട്ടുള്ള ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്ളോഗ് എടുക്കുന്നത് ചാക്കറാണ്. അല്ല ചാക്കറെ? ചാക്കറെ കാണിക്കുന്നത് ചാക്കര ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ എന്ന് പറഞ്ഞാണ്. എല്ലാ പ്രശ്നങ്ങളും മാറ്റി മറിച്ച് പൊന്നൂസിനെ കറക്റ്റായിട്ട് താലി കെട്ടാൻ വേണ്ടി പോവാണ്. മുന്നുണ്ടായിരുന്ന താലിയൊക്കെ നമ്മൾ ഇതാക്കിയിട്ട് പുതിയൊരു താലിമാലയൊക്കെ ഞാൻ പൊന്നൂസിന് വേണ്ടി വാങ്ങിയിരുന്നു. താലിമാല ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് നേരെ പോവുകയാണ്. എനിക്കെന്നെ അറിയില്ല, ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടാകുന്ന കുറച്ച് നല്ല രീതിക്ക് നടത്തിയാലോ എന്ന്. പിന്നെ എനിക്കൊരു മടി, കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെയാണ് എനിക്കറിയില്ല എനിക്ക്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഗുരുവായൂർ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകപ്പാടെ കസക്ക്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് കാര്യം. ഇതാണ് നമ്മളൊന്നും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് പൊന്നൂസിന് ഒന്നും കൂടി താലി കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ വീട്ടിൽ വേറെ നമ്മളെ മുന്നിലുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കണില്ല. വീട് അമ്മയും കുഞ്ഞോളും എല്ലാവരും അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടി പോയിരുന്നു, വേറെ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അഞ്ചതും ചാക്കറും അങ്ങനെ തലങ്ങ വലങ്ങോ. ഞാൻ എൻ്റെ വേറെ ചെക്കന്മാരും വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് നമ്മൾ ചെറിയൊരു താലി കെട്ടുക പോരാ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പൊന്നൂസിനോട് ഒരു പുതിയ താലിമാല വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അവിടെ നമുക്ക് തുടങ്ങാം. ഇനി ഇവിടുന്ന് ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് ആവട്ടെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ മല കാണിച്ചു തരാം. കണ്ടിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈ ഫോൺ ഷാക്കറിനായി കൊടുക്കും. നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ നിന്ന് നമ്മൾ താലികെട്ടിലേക്ക് കഴിഞ്ഞ് റിട്ടേൺ ഇവിടെ വരുന്നു. ഓക്കെ, അച്ഛനും അമ്മയും കല്യാണം കഴിക്കണമെന്ന് കിടുവും ഇമ്മോളും കാണട്ടെ. നമുക്ക് നേരെ മറ്റേ എന്താ പറയുക, ഞാൻ മാല കാണിച്ചിട്ട് ഡ്രസ്സ് മാറി നമുക്ക് നേരെ പൊന്നൂസിന് ജസ്റ്റ് ഒന്ന് മേക്കപ്പും കാര്യം ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ വേറെ 2-3 റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ആൾക്കാരുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കവിത ഗോൾഡ് എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രൊമോഷനൊന്നുമല്ല, നമ്മൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും കവിതയാണ്. ഓക്കെ, അയ്യോ ഗൈസ്, അത് നമ്മൾ ഇന്നലെ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ അത് ഇങ്ങനെയാണ് അവർ തന്നിട്ടുണ്ടായിരുന്നു, കറക്റ്റ് വെച്ചിട്ട്. അതായത് ഇങ്ങനെ എവിടെടാ അങ്ങനെ വെച്ചാൽ തന്നേരം ഞാൻ എടുത്ത് കാണിച്ചു തരാം. പ്രവിയെ ഇത് മൊത്തം പോകുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ് ശരിക്കും പോലെ അത് കുത്താൻ എൻ്റെ മണ്ടക്കിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. പ്രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെപ്പശ്ശേരി കടയിലുള്ള മെയിൻ ആളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പുതുതായിട്ട് പൊന്നൂസിന് നോക്കി രസല്ലേ, എവിടെ രസല്ലേ, ഞാൻ കാണിച്ചല്ലേ ഗൈസ്. ഒരു മിനിറ്റ് കാണിച്ചിട്ട്, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, എവിടെ ഇങ്ങനെ കാണിക്കുക. രസല്ലേ രസല്ലേ, അയ്യോ കാണല്ലേ നിങ്ങൾക്ക്.
ആ മക്കളെ ഓക്കെ. അപ്പം ഇതാണ് താലി മാല. ഓക്കെ, മുന്നുണ്ടായിരുന്നത് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇത് നേരെ പൊന്നൂസിൻ്റെ കഴുത്തേക്ക് കെട്ടാൻ വേണ്ടി പോകുന്നു. നമ്മൾ നേരെ അമ്പലത്തേക്ക് പോകുന്നു, കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ. അപ്പം ഇനി നേരെ അമ്പലം. കൂടാണ്ട് തന്നെ വേറൊരു കാര്യം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇതിൻ്റെ ഈ കഴുത്തിൽ പാട് കണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കടിച്ചതോ താക്കിയതൊന്നുമല്ല, ഇത് പാടാണ്. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് അറിയണ്ടായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാറ് ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ ഓരോന്ന് പറയാറുണ്ട്. എന്തെങ്കിലും സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് ഞാൻ ആൾക്കാർ അപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതൊരു പാടാണ്. ഓക്കെ, ഞാൻ എടുത്ത് പറയുന്നതൊരു പാടാണ്. ഓക്കെ ഓക്കെ, ഇതിനെ പറ്റി എനിക്ക് കമൻറ്റ് ചെയ്യണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ മുണ്ട് സാധനമൊക്കെ ഉണ്ട്. ഇത് മറ്റേ തോളിലിടുന്ന സാധനം കേട്ടോ, അതൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. ഇത് ഇവിടുന്ന് വാങ്ങിയതോട്ടെ ഞാൻ, മറ്റേ എന്തായാലും ഇടാം നമുക്ക് വരണമെന്നാണ് പറഞ്ഞു. എന്താ സംഗതി നിനക്കറിയില്ല. ഞാൻ കണ്ടാൽ ഓരോ മറ്റേ തിരുവിതാംകൂർ രാജാവിനൊക്കെ തോന്നുന്നുണ്ടോ? അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവുക ഗൈസ്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബാ ഗൈസ്, ഇങ്ങോട്ട് പോകും. അല്ല കുഴപ്പമില്ല, ഞാനപ്പോ വീഡിയോ എടുക്കട്ടെ. കല്യാണ ചെക്കൻ നമ്മളെ സുഷിന്റെ കല്യാണത്തിന് ടോക്കണാണ്. കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു ഗൈസ്. അപ്പോൾ അത് നമ്മളെ മൗഫുൽക്ക് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റിട്ട് നേരെ ചെറുപ്പളശ്ശേരി, അതായത് ഗുരുവാരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മൗഫുൽഖാനെ പറ്റി ഞാൻ മുന്നേ പരിചയപ്പെടുത്താം. അതുപോലെ നമ്മളെ മുബഷീറും ഉണ്ട്, അൻഷാദ്, അതുപോലെ തന്നെ ഷാക്കിർ. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ റൂമ് പോയിട്ട് വിശദമായിട്ട് പറയണ്ടേ അല്ലേ മൗഫുൽക്ക?
കാരണം നമ്മളെ ഈ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പാടായിപ്പോയി. ഞാൻ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഇടാറില്ല. അതായത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ട്രോൾ നടക്കുന്നുണ്ട്. എന്ത് ഞാനെന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ ഒരു സംഗതി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ചെറുതായിട്ട് കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ നേരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലോ ഫോട്ടോസ് ഇട്ടാലോ പൈസ കിട്ടില്ല. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. നമുക്കൊരിക്കലും പൈസ കിട്ടില്ല. നമുക്ക് യൂട്യൂബിൽ അതുപോലെ തന്നെ FBയിലൊക്കെ വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടില്ല. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക. കുഴപ്പമില്ല, എനിക്ക് ആൾക്കാർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കില്ല. പിന്നെ നിങ്ങൾ ചെറുതായിട്ട് വേറെ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ ദൈവത്തിനൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികളി കളിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഇടയത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഓക്കെ, അത് തീർന്നു. പിന്നെ നമ്മൾ ഇത് ഞാൻ പറയില്ല, ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാം, അല്ലാത്ത ആൾക്കാർക്ക് വിശ്വസിക്കാൻ കേട്ടോ. എനിക്കൊരു നിർബന്ധമില്ല. നമ്മളിതിലൊരു രണ്ടാം കല്യാണത്തിൻ്റെ ഒരു സംഗതി ഉണ്ട്. എൻ്റെ ഇതിൽ അമ്മ എൻ്റെ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കറിയില്ല, ഇങ്ങനെ ഈ ജോത്സ്യം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അമ്മ പറഞ്ഞു, അവളിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ എന്നാൽ അതായത് ഗുരുവായൂരിൽ നിന്ന് താലി കെട്ടിയിട്ട് എന്നാൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അമ്മ അറിയില്ല, നമുക്ക് അമ്മ പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കുഞ്ഞോളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഏട്ടാ നമുക്കെന്ന് ചെറുതായിട്ടൊരു നമ്മൾ വലിയ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നേരെ ശ്രദ്ധിച്ച് നോക്കി. എനിക്കിതൊരു ആഘോഷമായിട്ട് നടത്തിയിട്ട് എനിക്ക് കണ്ടന്റ് ആക്കാം. ലൻഷതേ എത്ര വീഡിയോസ് നമുക്ക് പോസ്റ്റ് ആക്കാം. ഈ ഒരു നിങ്ങൾക്ക് മുന്നേ ഫോളോയിങ് ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ഇവമ്മോളുടെ ബർത്ത്ഡേ, കുഞ്ഞോളെ കല്യാണം, നമ്മളിതിന് മുന്നേ കല്യാണങ്ങളൊക്കെ വീഡിയോ വെരി എടുത്താണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ താലി എടുത്തു. ശരിക്കും ആ താലി എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ എനിക്ക് വേണമെങ്കിൽ കണ്ടന്റ് ആക്കാം. ഞാൻ ഗുരുവായൂർക്ക് പോകുന്നത് എനിക്ക് കണ്ടന്റ് ആക്കാം. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കണ്ടന്റ് ആക്കാൻ പറ്റും. പക്ഷേ അതും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിത് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്ത ഒരു വ്ളോഗ് എടുത്ത് ഇന്ന് ഈ വീഡിയോ ഇവിടെ സംസാരിക്കും. ഇനി ഞാൻ വീഡിയോ ഇടില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ എത്ര വട്ടം മാറ്റുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിന്ന് അല്ല ഇപ്പോൾ നമ്മളൊരു വരുമാനം മാർഗം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അല്ല. പിന്നെ ഈ ഒരു മല്ലു ഫാമിലിയുള്ള സംഗതി മാത്രം വിടാത്തത് ഇടയ്ക്കും തലയ്ക്ക് ഞാനൊരു വീഡിയോസ് ഈ ഒരു മല്ലു ഫാമിലി ഇടുന്നത് ഇതിൻ്റെ മോണിറ്റേഷൻ പോകണ്ടാച്ചിട്ടാണ്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ചാനലിൻ്റെ മോണിറ്റേഷനും പോയിട്ടുണ്ട്. ഈ ഒരു മല്ലു ഫാമിലി മാത്രമേ പോകാത്തുള്ളൂ. അത് കളഞ്ഞിട്ടില്ല. കാരണം നമ്മളെല്ലാ തുടക്കങ്ങളും ഈ ഒരു ചാനലിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കളഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടന്റ് ആക്കിയിട്ട് ഡെയിലി വീഡിയോസ് കിട്ടും, നല്ല വ്യൂസ് വാങ്ങി യൂട്യൂബിൽ നല്ല ഫണ്ട് കിട്ടും. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് ശരിക്കും ചോദിച്ചാൽ മീൻസ് മനസ്സിലുണ്ടായിരിക്കും, ഞാൻ ഡെയിലി ഇതിൽ ഓരോ 10 മിനിറ്റ് 20 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട മാസം എനിക്ക് മിനിമം 1 ലക്ഷം റുപ്യ എന്തായാലും കിട്ടും. 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. ഞാൻ വീഡിയോ ഇട്ട 1 ലക്ഷം റുപ്യെങ്കിലും യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണില്ല. മനസ്സിലായോ നിങ്ങൾ? ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനോ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനോ ഇപ്പം ഞാൻ ശ്രമിക്കണില്ല. ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മാഷാ അല്ലാ സെറ്റാണ്, അടിപൊളിയായിട്ട് നമ്മൾ പോകണു. അപ്പോൾ ഗുരുവായൂരിൽ വെച്ച് താലി കെട്ടാന്നുള്ള സംഗതി അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്യാന്നുള്ള രീതിയിലാണ് ഗുരുവായൂരിൽ നമ്മൾ താലി കെട്ടുക. അപ്പോൾ മുന്നുണ്ടാകുന്ന താലിയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ പറഞ്ഞൊരു പുതിയ താലി വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പുതിയ താലി വാങ്ങി. അതൊക്കെ ഞാൻ ഈ വീടിൻ്റെ തുടക്കത്തിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു പുതിയ താലി വാങ്ങി. അപ്പോൾ ഇന്നലെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ പോയി ഒരു താലി കെട്ടിയിട്ട് അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇന്നലെ പോയതല്ലെന്ന് വിചാരിച്ചത് നമ്മൾ റീൽസ് ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ദൈവത്തിനെന്ന് വെച്ചൊരിക്കലും കുട്ടികൾ കളിക്കില്ല. കാരണം ഞാനൊക്കെ അത്രയും ദൈവവിശ്വാസിയാണ്. ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ പറയുക, നമ്മൾ അത്രയും എന്താണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കമൻറ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ടാറ്റ. കുറേ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ പറയുന്നുണ്ട്, സുജന ആയത്തെ പോലെ വീഡിയോസുകൾ ഇടണം യൂട്യൂബിൽ നിന്ന്. എനിക്ക് ആഗ്രഹം അല്ലാണ്ടല്ല, എൻ്റെ എല്ലാത്തിനും തുടക്കം ഈ ഒരു മല്ലു ഫാമിലിയുള്ള ചാനലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ സമയമില്ല. ലഞ്ചായ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ സമയമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഓരോരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, ഞാൻ മറ്റേ നിസ്മ വന്നു. അപ്പോൾ എന്തായാലും ഓക്കെ, ടാറ്റ. ഇനി ഫ്രീ ആവണ സമയത്ത് വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊക്കെ ഒരുപാട് നന്ദി, സന്തോഷം ഇപ്പോഴും കൂടെ നിൽക്കുന്നതിന്. അപ്പോൾ എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അടുത്ത്. ടാറ്റ.